ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, നഗ്നദൃശ്യമെടുത്ത് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, നഗ്നദൃശ്യം ലീക്കാക്കുമെന്ന് പ്രചരിപ്പിക്കുക മാത്രമല്ല, പകരം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള വിവരം വരുന്നു. പെൺകുട്ടിയുടെ മൊഴിയിൽ രാഹുൽ ഈ വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നു. 3 തവണ ബലാത്സംഗം ചെയ്തു എന്നത് മാത്രമല്ല, നഗ്ന വീഡിയോ ചിത്രീകരിച്ചു എന്നത് മാത്രമല്ല, നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി ആ കുഞ്ഞിനെ നശിപ്പിക്കാനും ആരോഗ്യത്തിന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ അശാസ്ത്രീയമായി മരുന്ന് കൊടുത്തു, അത് ഉറപ്പുവരുത്തി എന്നത് മാത്രമല്ല, ഇപ്പോൾ ആ പെൺകുട്ടിയെ ഈ വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. റോഷി, വളരെ വളരെ ഗുരുതരമായ ഒരു കൊടും കുറ്റവാളിക്ക് മാത്രം സാധ്യമാവുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതായി ഈ പെൺകുട്ടി പറയുന്നത്. കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണോ റോഷി? അരുൺകുമാർ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പെൺകുട്ടിയുടെ മൊഴിയിലും FIR-ലും ഉള്ളത്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചെയ്ത് എന്നത് എങ്ങനെയാണ് കേരളം കാണുന്നത്? ഒരു ജനപ്രതിനിധിയാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ദൃശ്യങ്ങൾ പകർത്തി വീണ്ടും ബലാത്സംഗം ചെയ്ത ഒടുവിൽ ആ പെൺകുട്ടിക്ക് നേരെ വധഭീഷണി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയെന്നതാണ് അതിപ്രധാനമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ വധിക്കുമെന്നത്, ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നതാണ് FIR-ഉള്ള പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. ആ പെൺകുട്ടി നൽകിയ സുപ്രധാനമായ മൊഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വലിയ കുരുക്കായി മാറും. മൊഴി മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഡിജിറ്റൽ എവിഡൻസ് കൂടി പെൺകുട്ടി കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മൊഴിക്ക് വലിയ പ്രാധാന്യവും നിയമസാധുതയും ഉണ്ട്. അരുൺകുമാർ, ഞെട്ടിക്കുന്ന കാര്യം, പുറത്തു പറഞ്ഞാൽ ഈ പീഡനത്തിന്റെ വിവരങ്ങൾ, ഭീഷണിപ്പെടുത്തി ഈ ഭ്രൂണഹത്യ നടത്തിയതിന്റെ വിവരങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തു പറഞ്ഞാൽ, പോലീസിൽ പരാതിയുമായി പോയാൽ കൊലപ്പെടുത്തുമെന്നാണ് ഭീഷണി, ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നാണ് ഭീഷണി. അങ്ങനെ നിരന്തരം യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴി, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതുകൂടി FIR-ൽ വരുന്നു. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭീഷണിപ്പെടുത്തിയത്. പാലക്കാട് MLA ആണ് ഭീഷണിപ്പെടുത്തിയത്. ഇനി ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ വലയം തീർക്കുക? അത് പ്രധാനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ, അരുൺകുമാർ, വെറുതെയല്ല ഈ പരാതി മുഖ്യമന്ത്രി ഓഫീസിലെത്തിയതിന് തൊട്ടു പിന്നാലെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും പെട്ടെന്ന് സുഹൃത്തിനെയും സഹായികളെയും കൂട്ടി മറ്റൊരു വാഹനത്തിൽ മുങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രയും ഗൗരവമുള്ള തെളിവുകളും പരാതികളും പെൺകുട്ടി പോലീസിന് കൈമാറി. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് മാത്രമല്ല, ദൃശ്യങ്ങൾ പകർത്തി, നഗ്ന ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുന്നു. ബ്ലാക്ക് മെയിലിങ്ങിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത് ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് അന്വേഷണ സംഘം അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നത്. ഏതെങ്കിലും കാരണവശാൽ വിദേശത്തേക്ക് കടന്ന് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം നീക്കും. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ദ്രുതഗതിയിലായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനുള്ള ശ്യാം ദേവരാജ് കൂടി ചേരുന്നു. ശ്യാം ദേവരാജ്, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അത് നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എത്രമാത്രം ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ബലാത്സംഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അധികാരം ഉപയോഗിച്ച് സ്വാധീനമുള്ള ഒരാൾ ബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള വകുപ്പുകളുണ്ട്. തെറ്റിദ്ധരിപ്പിച്ച് ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതുണ്ട്. നഗ്നചിത്രം, ദൃശ്യങ്ങൾ അത് ശേഖരിച്ച് അത് പകർത്തി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നുണ്ട്. പുറത്ത് ഈ വിവരം അറിഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളതുണ്ട്. എത്രമാത്രം ഗൗരവമേറിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, എത്രമാത്രം ഗൗരവമേറിയ കുറ്റങ്ങളാണ് രാഹുൽ ചെയ്തതായി പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ? ശ്യാം ദേവരാജ്. ഡോക്ടർ അരുൺ, നമുക്കിത് ചെറിയൊരു കേസായി നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. പോലീസ് ചുമത്തിയത് അതീവ ഗൗരവതരമായ കുറ്റങ്ങളാണ് FIR അനുസരിച്ച് എടുത്തത്. പ്രത്യേകിച്ചും ബലാത്സംഗ കുറ്റം 64-ാം വകുപ്പ് അനുസരിച്ച് 3 ബലാത്സംഗ കുറ്റങ്ങളാണ് ചുമത്തിയത്. അത് 64(2)F, 64(2)H, 64(2)M. ഇത് 3ഉം പ്രത്യേകമായി ശിക്ഷ അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതായത് 3ഉം ജീവപര്യന്തം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. 3 ജീവപര്യന്തം വരെ ഇതനുസരിച്ച് രാഹുലിന് ലഭിക്കാം എന്നതാണ്.
BNS 64(2)F അനുസരിച്ച് അധികാരത്തിലിടുന്നുള്ള ബലാത്സംഗം. രണ്ടാമത്തേത് BNS 64(2)H അനുസരിച്ച് ഗർഭിണിയാകുമെന്ന അറിവോടെ തന്നെയുള്ള ബലാത്സംഗം. മൂന്നാമത്തേത് BNS-ലെ 64(2)M വകുപ്പ് അനുസരിച്ച് ആവർത്തിച്ചുള്ള ബലാത്സംഗം. കാരണം യുവതിയുടെ മൊഴി 3 തവണ താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നതാണ്. അതിലൊരു തവണ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ച് ബലാത്സംഗം ചെയ്തു എന്നത് കൂടിയാണ്. അതുകൊണ്ട് ഇത് കേവലം നമ്മൾ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ബലാത്സംഗം എന്നതല്ല, അതിനപ്പുറത്തേക്ക് അതീവ ഗൗരവതരമായ ആഴത്തിലുള്ള ഒരു കുറ്റകൃത്യം, ഗൗരവതരമായ ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ തന്നെയാണ് ഇത് പരിഗണിക്കപ്പെടേണ്ടി വരുന്നത്. 3 ജാമ്യമില്ലാ കുറ്റമാണ്, 3 ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവും കൂടിയാണ്. മറ്റൊരു അതീവ ഗൗരവതരമായ കുറ്റം BNS-ലെ 89-ാം വകുപ്പ് അനുസരിച്ച് ചുമത്തിയ കുറ്റമാണ്. അത് നിർബന്ധിത ഗർഭഛിദ്രമാണ്. ജാമ്യമില്ലാ കുറ്റമാണ്, 10 വർഷം വരെ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഇതിൽ നിയമം തന്നെ പറയുന്നത് സ്വന്തം ശരീരത്തിൽ എന്ത് സംഭവിക്കണം എന്നതിനുള്ള സമ്പൂർണമായ അവകാശം സ്ത്രീക്കാണ്. അങ്ങനെ സ്ത്രീയുടെ ആ അവകാശം മറികടന്നാണ് രാഹുൽ ഈ യുവതിയെ നിർബന്ധിക്കുന്നത്, ഗർഭഛിദ്രത്തിന് വേണ്ടി ടാബ്ലറ്റ് മരുന്ന് കൊടുത്തയക്കുന്നത്. അത് വീഡിയോ ദൃശ്യങ്ങളിലൂടെ തന്നെ അത് കഴിച്ചു എന്ന് ബോധ്യപ്പെടുക കൂടി ചെയ്യുന്നത്. മറ്റൊന്ന് വിശ്വാസവഞ്ചന കുറ്റമാണ്. BNS-ലെ 319-ാം വകുപ്പ് അനുസരിച്ച് 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റൊന്ന് ഭീഷണിപ്പെടുത്തലാണ്. BNS-ന്റെ 351-ാം വകുപ്പ് അനുസരിച്ച് ഇത് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റൊന്ന് അതിക്രമിച്ച് കടന്നു വരുന്നതാണ്, യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നു വരുന്നതാണ്. BNS 329-ാം വകുപ്പ് അനുസരിച്ച് 3 മാസം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റം. അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് ഈ ഗർഭഛിദ്രം എന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഒരു വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. BNS-ലെ 116F അനുസരിച്ചുള്ള കുറ്റം, അത് കഠിനമായ ദേഹോപദ്രവം എന്നതാണ്. 7 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റൊന്ന് സ്വകാര്യതയുടെ ലംഘനമാണ്. അത് IT നിയമത്തിലെ, വിവരസാങ്കേതിക നിയമത്തിലെ 66E വകുപ്പ് അനുസരിച്ചുള്ള കുറ്റം. അത് സ്വകാര്യതയുടെ ലംഘനമാണ്. അതായത് വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നതാണ്. ഇതിൽ നഗ്ന ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നതാണ് ആ സ്വകാര്യതയുടെ ലംഘനമെന്ന കുറ്റമായി കണക്കാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്, 3 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷേ നമ്മൾ ഇതിലെ ഏറ്റവും ഗ്രാവിറ്റി കൂടി അല്ലെങ്കിൽ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുമ്പോൾ അത് രാഹുലിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കേട്ടതുപോലെയല്ല. യുവതിയുടെ മൊഴി അങ്ങേറ്റം ഗൗരവതരമായ സാഹചര്യത്തിലാണ് ആ മൊഴി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. അതിൽ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഏതെല്ലാം സ്ഥലത്ത്, സമയം, എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, എന്തെല്ലാം സംഭവിച്ചു എന്നതിലടക്കമുള്ള കൃത്യമായ മൊഴി ആ യുവതിയുടെ മൊഴിയിൽ ഉണ്ട് എന്നതാണ്. ഏതാണ്ട് 20 പേജോളം വരുന്ന മൊഴിയിൽ അക്കാര്യങ്ങളെല്ലാം യുവതി വിശദമായി തന്നെ എണ്ണി സാഹചര്യം, സ്ഥലം ഉൾപ്പെടെയുള്ളവ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതായത് ഒരു മൊഴിയിൽ സംശയമുണ്ടോ എന്നതാണ് നിയമത്തിന് മുന്നിലുള്ള ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ സംശയമുള്ള ഒരു മൊഴിയല്ല യുവതി നൽകിയത് എന്നത് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്, പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ, FIR അനുസരിച്ച് ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന, വ്യാഖ്യാനിക്കാൻ കഴിയുന്ന, വിലയിരുത്താവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു MLA എന്ന നിലയിലുള്ള എന്തെങ്കിലും ഒരു പരിഗണന രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കും എന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും കണ്ടാൻ കഴിയില്ല. ചോദിക്കട്ടെ, ഇത് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ നഗ്നചിത്രങ്ങൾ ചിത്രീകരിച്ചു തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴിയുള്ളിടത്തോളം കാലം സ്വാഭാവികമായ രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം കിട്ടുക സാധ്യമാണ്? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ ഒരു സ്വാഭാവികമായ ജാമ്യം ഈ കേസിൽ കിട്ടും, രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമെന്ന് നമുക്ക് കരുതാതെ വയ്യ. അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം അങ്ങനെ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു ആരോപണമോ ആക്ഷേപമോ മൊഴിയോ അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. ഈ യുവതിയുടെ മൊഴി തന്നെ ഏറ്റവും സുപ്രധാനമായ ശക്തമായ തെളിവാണ്. അതിനപ്പുറത്തേക്ക് വീഡിയോ ദൃശ്യങ്ങളുണ്ട്, ഓഡിയോ ദൃശ്യങ്ങളുണ്ട്, അത്തരം നിരവധിയായ സാഹചര്യ തെളിവുകളുണ്ട്. അത് പോലീസിന് പരിശോധിക്കേണ്ടതാണ്, എടുക്കേണ്ടതാണ്. ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. അത്തരം തെളിവുകൾ ഒക്കെയും നിൽക്കുമ്പോൾ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് എളുപ്പം ജാമ്യം ലഭിക്കാനാകുമെന്നത് പൊതുസമൂഹം ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. കോടതി ഇതിനെ എങ്ങനെ പരിഗണിക്കുമെന്നത് മറ്റൊരു വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം തേടും, ഇന്ന് തന്നെ അപേക്ഷ നൽകുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അത് ഹൈക്കോടതിയിൽ തന്നെ ആകുമെന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. കാരണം ഇതിന്റെ വിവരങ്ങൾ, FIR അനുസരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരാകുന്ന ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ, കോൺഗ്രസിന്റെ കേസുകളെല്ലാം
കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകൻ കൂടിയായ ജോർജ് പൂന്തോട്ടം വ്യക്തമാക്കുന്നത് എഫ്ഐആറിലെ വിവരങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഒരു നിമിഷം പോലും വൈകാതെ എത്രയും വേഗം നൽകുകയും ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഹൈക്കോടതിയിൽ തന്നെയായിരിക്കും ആ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക എന്നതാണ്. അത്തരം കാര്യങ്ങൾക്കുള്ള അനുമതിയടക്കം ജോർജ് പൂന്തോട്ടത്തിന്റെ ഓഫീസിൽ നിന്ന് തേടിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. താങ്ക് യു. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാഹുലിനെതിരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്.